പാഠം 865 ഭാഷ കൊണ്ടുള്ള കളികൾ. ഓ, നീ ഇതുവരെ കഴിക്കാറൊന്നും ഉണ്ടാക്കിയില്ലേ? ഒക്കെ റെഡിയാണ്. കഴിക്കാൻ എടുക്കട്ടെ? ആ, ഒരു 10 മിനിറ്റ് കഴിയട്ടെ. മണി 8:40 ആയുള്ളൂ. പിന്നെന്തിനാണ് ഇതിപ്പോ വന്ന് ചോദിച്ചത്? വെറുതെ ഒരു വഴക്കിന് ചാൻസ് ഉണ്ടോ നോക്കിയതല്ലേ? കഴിക്കാനുള്ളത് ഉണ്ടാക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ മോഹനേട്ടൻ പറയും, ഭാമേ നിനക്ക് സമയനിഷ്ഠയില്ല, കൃത്യനിഷ്ഠയില്ല, ഉത്തരവാദിത്വ ബോധമില്ല എന്നൊക്കെ. ആ പദ്ധതി ചീറ്റിപ്പോയല്ലേ? ചീറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചീറ്റുക എന്ന് പറയുന്നത് ചില പ്രത്യേക ശബ്ദങ്ങളോടുകൂടി എന്തെങ്കിലും പുറത്തേക്ക് വരുന്നതിനെയാണ്. പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റി ഒഴുകി എന്ന് പറയാറുണ്ട്. ഈ പദ്ധതി ചീറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചീറ്റുക എന്നതിന് വേറൊരു അർത്ഥമുണ്ട് മോനട്ടാ. പൊട്ടിക്കാനായി തീ കൊടുത്ത പടക്കം പൊട്ടാതിരിക്കുന്നതിനെ നമ്മൾ പടക്കം ചീറ്റിപ്പോയെന്നല്ലേ പറയുക. ആ, ഇവിടെ സംഭവിച്ചതാ. മോഹനേട്ടൻ ഒരു ഗംഭീര പടക്കവുമായിട്ട് വന്നിട്ട് തീ കൊടുത്തു, പക്ഷെ അത് പൊട്ടിയില്ല. അതുകൊണ്ട് ചീറ്റിപ്പോയി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നീ എന്നെ മലയാളം പഠിപ്പിക്കാൻ നോക്കിയാണോ? നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നേക്കാൾ ഒരുപാട് കൂടുതൽ മലയാളം പഠിച്ച ആളാണ് കെ മോഹനേട്ടൻ സാർ. ഒച്ചോ, ഞാൻ മോഹനേട്ടനെ മലയാളം പഠിപ്പിക്കാൻ നോക്കിയതല്ല. മോഹനേട്ടനെ എന്നെ മലയാളം പഠിപ്പിക്കാൻ വന്നപ്പോ എനിക്കറിയാവുന്ന മലയാളം ഞാൻ തിരിച്ചു പറഞ്ഞു, അത്രയേ ഉള്ളു കാര്യം. പക്ഷേ നിനക്കറിയാവുന്നുള്ള മലയാളമല്ല ശരിക്കുള്ള മലയാളം. മിക്കവാറും സമയത്ത് നീ സംസാരിക്കുമ്പോൾ മണ്ടത്തരങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഞാനതൊന്നും പറയാറില്ലെന്ന് മാത്രം. നിന്റെ ഭാഷയും വ്യാകരണവും വളരെ മോശമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മോഹനേട്ടന് മനസ്സിലാവുന്നില്ലേ? കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ ധരിപ്പിക്കാനായിട്ടാണ് ഈ ഭാഷ. അത് നടന്നു കഴിഞ്ഞ പിന്നെ ഈ വ്യാകരണത്തിനൊന്നും വലിയ അർത്ഥമില്ല. ഓ, അപ്പോൾ പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ വ്യാകരണം പഠിപ്പിക്കുന്നതിനാണ്. ആളുകൾ ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നതിനാണ് ശാസ്ത്രീയമായി പഠിപ്പിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ആംഗിക ഭാഷ മാത്രം മതിയായിരുന്നല്ലോ. ഇപ്പൊ എന്താണ് വേണ്ടത്? കുറച്ചു മുന്നേ പറഞ്ഞു 10 മിനിറ്റുള്ളിൽ ഭക്ഷണം വേണമെന്ന്. ഇപ്പത്തെ ആവശ്യം ഞാൻ ഭാഷ പഠിക്കാന്നുള്ളതാണ്. ഈ ഷർട്ടും കൊണ്ട് ഞാൻ തേച്ചെന്നെങ്കിൽ മാത്രമേ കുട്ടപ്പനായിട്ട് നേരെ ആഫീസിൽ പോകാൻ പറ്റുള്ളൂ. ഞാനത് തേക്കണോ അതോ ഭാഷ പഠിക്കാൻ നിൽക്കണോ? നീ എന്താ പറഞ്ഞത്? കുട്ടപ്പനായി ആഫീസിൽ പോകണമെന്ന്. കുട്ടപ്പൻ എന്നത് ഒരു പേരാണ്. എന്റെ പേര് കെ മോഹനകൃഷ്ണൻ എന്നായിരിക്കെ ഞാൻ എങ്ങനെയാണ് കുട്ടപ്പനായി ആഫീസിലേക്ക് പോകുന്നത്? മോഹനകൃഷ്ണൻ കുട്ടപ്പനായാൽ അത് ആൾ മാറാട്ടമാണ്. എന്താ മറുപടി പറയാത്തെ? നിനക്ക് പറയാൻ ഒരു മറുപടി ഇല്ലെന്നുള്ളതാണ് സത്യം. ഇനിയെങ്കിലും സമ്മതിക്കും, നിനക്ക് നന്നായിട്ട് മലയാളം അറിയില്ല എന്ന്. എനിക്ക് മലയാളവും നല്ല മോഹനേട്ടാ, ഒരു ഭാഷ നന്നായിട്ട് അറിഞ്ഞൂടാ. LLB കാരിയാണെങ്കിലും നിയമവും അറിഞ്ഞൂടാ, ലോകവും ഒട്ടുമില്ല, ശാസ്ത്രവും അറിഞ്ഞൂടാ. പോരെ? അതെ. പക്ഷേ എനിക്ക് നന്നായിട്ട് തുണി തേക്കാൻ അറിയാം, ഭക്ഷണം ഉണ്ടാക്കാനും അറിയാം. എനിക്കതറിയാവുന്നുള്ളത് കൊണ്ട് മോഹനേട്ടൻ ഇങ്ങനെ മിടുക്കനായിട്ട് നടക്കുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം ഭക്ഷണമാണ്. അതുണ്ടാക്കാൻ അറിയാതെ മലയാള വ്യാകരണവും ശബ്ദധാരാവലിയും കാണാതെ പഠിച്ചു നടന്നുകൊണ്ട് ഒരു മനുഷ്യനെ വിശമാറോ? ഇതിനുള്ള മറുപടി ഫോൺ എടുത്തിട്ട് ഞാൻ വന്ന് പറയും. വ്യാകരണം പഠിപ്പിക്കാൻ വന്നേക്കണു മനുഷ്യൻ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല. ഹലോ, മോഹനകൃഷ്ണനല്ലേ? അതെ, കെ മോഹനകൃഷ്ണനാണ്. ഞാൻ അരവിന്ദാക്ഷൻ, KP അരവിന്ദാക്ഷൻ. നമസ്കാരം സാർ. എന്തൊക്കെയാണ് സാർ വിശേഷം? എനിക്ക് എന്ത് വിശേഷം, തനിക്കല്ലേ വിശേഷങ്ങളൊക്കെ. പിന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ തന്റെ വീടിനടുത്തേക്ക് വരുന്നുണ്ട്, അസുഖമായി കിടക്കുന്ന എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ. അത് കഴിഞ്ഞ്
തന്റെ വീട്ടിലേക്ക് വന്നാലോ എന്ന് ഞാൻ ആലോചിക്കുക. വലിയ സന്തോഷം സാർ. താൻ എത്ര മണിക്ക് ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുന്നത്? ഞാൻ കൃത്യം 5:15 വീട്ടിലെത്തും. അപ്പോ ശരി, ആ സമയം കണക്കാക്കി ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി സാർ. ഭാമേ, എന്താണ് മോനട്ടാ? വിളിച്ചത് ആരാണെന്നറിയാം? ആ, ആരാ? ഒരാൾ. ഒരാളാണെന്ന് ആർക്കും പറയാം. അതാരാണ് എന്നറിയാം? ഇല്ല. അരവിന്ദാക്ഷൻ സാർ. അതാരാ? KP അരവിന്ദാക്ഷൻ സാർ. എനിക്ക് മനസ്സിലായില്ല. കഷ്ടം. ഏ? സാക്ഷാൽ KP അരവിന്ദാക്ഷൻ സാറിനെ നിനക്കറിയില്ല എന്ന് പറഞ്ഞാൽ നിന്നോട് സഹതപിക്കുകയല്ലാതെ വേറെന്താണ് ചെയ്യുക? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ ഒന്ന് പറഞ്ഞ നന്നായിരിക്കും. ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്ന അരവിന്ദാക്ഷൻ സാറിനെ പറ്റി നിന്നോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓ. 4 മാസം മുൻപാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചത്. ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. അരവിന്ദാക്ഷൻ സാർ എന്തിനാണ് വിളിച്ചത് എന്ന് മനസ്സിലായോ? അതും എനിക്ക് മനസ്സിലായി. എന്തിനാ? മോഹനേട്ടനോട് സംസാരിക്കാൻ. എന്ത് സംസാരിക്കാൻ? അത് എനിക്ക് അറിഞ്ഞൂടാ. എന്ന് ഞാൻ പറഞ്ഞുതരാം. ആ, പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം അരവിന്ദാക്ഷൻ സാർ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. കാഞ്ചൻ സാറേ, താലൂക്ക് ഓഫീസിൽ കൊടുക്കാനുള്ള റിപ്പോർട്ടിന്റെ കാര്യം എന്തായി? അത് ഈ ആഴ്ച തന്നെ കൊടുക്കണ്ടേ? അതോർത്ത് വിഷമിക്കണ്ട ശിശുപാലൻ ചേട്ടാ, അത് മോനേഷ് സാർ ഒറ്റയ്ക്ക് ചെയ്തോളാന്നാ പറഞ്ഞേക്കുന്നത്. ഓ, നമ്മുടെ തലവേദന കുറഞ്ഞു. വളരെ സന്തോഷം. ഇനി ഭാവിയിലുള്ള കാര്യങ്ങളിലും മോനേഷ് സാർ ഇങ്ങനെ തന്നെ പെരുമാറാന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടനെ. അയ്യോ, അരവിന്ദേഷ് സാറോ? എന്താ സാർ ഇതുവഴി? സാർ ഇരിക്ക്. വേണ്ട, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. ഞാനൊരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷയായിട്ട് വന്നതാ. മിസ്റ്റർ മോഹൻ ശിവനേട്ടാ, സാറിനെ ഉണ്ട് സാർ, ഞാൻ വിളിക്കാം. സാർ, അരവിന്ദാക്ഷൻ സാർ വന്നിരിക്കുന്നു. ഏത് അരവിന്ദാക്ഷൻ സാറ്? അത് പഴയ ഡെപ്യൂട്ടി തഹസിൽദാര്. എന്തിന്? ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയായിട്ടാ വന്നേ. സാർ ഇല്ലെന്ന് അന്വേഷിച്ചു. പിന്നെ എങ്ങനെ പോകുന്നു കാഞ്ചന ജോലിയൊക്കെ? നന്നായി പോന്നു സർ. വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ ആയതുകൊണ്ട് ചില്ലറ പരിപാടിയൊന്നും നടക്കുന്നില്ല അല്ലേ? അയ്യോ, അല്ലെങ്കിലും ഞങ്ങൾ അങ്ങനെയൊന്നും വാങ്ങാറില്ല സർ. ഓ പിന്നെ 32 വർഷം റവന്യൂ വകുപ്പിൽ ജോലി ചെയ്ത് ഡെപ്യൂട്ടി തഹസിൽദാറായി റിട്ടയർഡായ എന്നോടാണോ കാഞ്ചന ഇതൊക്കെ പറയുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ് മോഹനകൃഷ്ണ. അപേക്ഷ കാഞ്ചനയുടെ കയ്യിലുണ്ട്. സാർ വരണം, അകത്തേക്ക് ഇരിക്കാം. ഓ, ഇരിക്കാനൊന്നും സമയമില്ലടോ, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഇളയ മകന്റെ ആവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കാനാ ഈ പൊസഷൻ സർട്ടിഫിക്കറ്റ്. ഓ, എന്നത്തേക്ക് തരാൻ പറ്റും? അതിപ്പോ 3 ദിവസം അല്ലേ? ഞാനല്ല, സാക്ഷാൽ കളക്ടർ വന്ന് പറഞ്ഞാലും താൻ നിയമം വിട്ടൊന്നും ചെയ്യാറില്ല എന്ന് എനിക്കറിയില്ലേ. ഇയാളെ കൊണ്ട് നിങ്ങളാകെ പൊറുതിമുട്ടി ഇരിക്കായിരിക്കും അല്ലേ? ഹേയ്, അല്ല സാർ, മോഹനേഷ് സാറിന്റെ കൂടെ ജോലി ചെയ്യുന്നു എന്ന് പറയാൻ ഞങ്ങൾക്കൊക്കെ അഭിമാനം. സ്വയംപ്രഭ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പണ്ട് ഇയാളുടെ മേലധികാരിയായ എന്നെ ചട്ടം പഠിപ്പിക്കാൻ നോക്കിയ ആളാ. നിങ്ങളെയൊക്കെ ദൈവം രക്ഷിക്കട്ടെ. സാറ് സമയമെളുപ്പം വീട്ടിലേക്ക് വരണം. ഞാൻ ഭാമയോട് സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് സാറിനൊന്ന് പരിചയപ്പെടണമെന്നുണ്ട്. അതിനെന്താ, ഇനി ഒരിക്കൽ ഇതുവഴി വരുമ്പോ വരാം. അപേക്ഷയായിട്ട് സാർ നേരിട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ടാ മതിയായിരുന്നു. ഏയ്, അറിയാം. പക്ഷേ തന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ട് തന്നെയാ ഞാൻ തന്നെ നേരിട്ട് പോകുന്നത്. അപ്പൊ വരട്ടെ. പിന്നെ ഇവരൊക്കെ പാവങ്ങളാ, താൻ പേടിപ്പിച്ച് ഇവരൊന്ന് കൊന്നുകളയരുത്. സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് സാർ എനിക്കൊന്ന് വാക്ക് തന്നതാ. ഇന്ന് സാറിന് സമയം കിട്ടി.
അതുകൊണ്ട് വൈകിട്ട് 5:30 കഴിയുമ്പോ സാർ ഇങ്ങോട്ട് വരും. എന്റെ മുഖത്തൊന്നും ഒരു അത്ഭുതമില്ലാത്തത്? എന്തിനാണ്? അരവിന്ദാക്ഷൻ സാറിനെ പോലെ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാൾ ഈ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണോ? അയ്യോ, അതൊരിക്കലും അങ്ങനെയല്ല മോനേട്ടാ. മോഹനേട്ടനും അരവിന്ദ സാറും ഒക്കെ വലിയ സംഭവങ്ങളല്ലേ. അങ്ങനെ ഒരാളെ വീട്ടിൽ വരുന്ന ചെറിയ കാര്യമേ അല്ല. പറയാനൊക്കെ പറഞ്ഞില്ലേ, ഇനി ഞാൻ പോയി തുണി വെച്ചോട്ടെ. അങ്ങനെ അങ്ങ് വിട്ടാ കൊള്ളില്ലല്ലോ. നീ വീണ്ടും തെറ്റിച്ചു. അവസാനം നീ പറഞ്ഞിട്ട് പോകുന്നത് എന്താണ്? എന്താണ്? ഞാനും അരവിന്ദാക്ഷൻ സാറും വലിയ സംഭവമാണ് എന്ന് നീ സമ്മതിച്ചു എന്ന്. ഞാനും അരവിന്ദാക്ഷൻ സാറും രണ്ട് മനുഷ്യരാണ്. മനുഷ്യർ എങ്ങനെ സംഭവങ്ങളാകും? സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്തുണ്ടാകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും അതിന്റെ ഫലവുമാണ്, അല്ലാതെ ഒരു വസ്തുവോ വ്യക്തിയോ അല്ല. ഭൂകമ്പം, കൊലപാതകം, സുനാമി ഒക്കെ സംഭവങ്ങളാണ്. മോഹനകൃഷ്ണൻ, സത്യഭാമ, അരവിന്ദാക്ഷനും ഒക്കെ വ്യക്തികളാണ്. എന്താണ് മോഹനയുടെ ഉദ്ദേശം? എന്നെ തേക്കാൻ സമ്മതിക്കില്ലെന്ന? എന്നെ ഭാഷ പഠിപ്പിക്കാൻ വന്നതാണല്ലോ നീ. ഏതോ ചീറ്റിപ്പോയ പടക്കത്തിന്റെ കഥയും പറഞ്ഞു വന്ന ആരാ നീ? അതിനുശേഷം ഇപ്പോൾ വരെ എത്രമാത്രം അബദ്ധങ്ങൾ പറഞ്ഞു നീ. ഇനിയെങ്കിലും നിനക്ക് സമ്മതിച്ചുകൂടെ എന്റെ അത്രയും നന്നായി നീ മലയാളം പഠിച്ചിട്ടില്ല എന്ന്? അയ്യോ, അത് ഞാൻ നേരത്തെ സമ്മതിച്ചതാണ്. ഇനിയെങ്കിലും മോഹനയുടെ കുറച്ചു നേരം അപ്പുറത്ത് പോയി ഇരിക്കാമോ? ഇല്ലെങ്കിൽ ഈ തുണി തേക്കൽ ഞാൻ അങ്ങ് നിർത്തും. അപ്പൊ പിന്നെ ചുളുങ്ങിയ ഷർട്ട് മുണ്ട് കൊടുത്ത് നേരെ ആഫീസ് പോണ്ടി വരും. പിന്നെ തെറ്റിച്ചു. ഷർട്ടും മുണ്ടും ഉടുത്തു എന്ന തെറ്റാണ്. കാരണം ഷർട്ട് നമ്മൾ ഉടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഷർട്ടിട്ട് മുണ്ടുടുത്തു എന്ന് വ്യക്തമായി പറഞ്ഞാലേ ശരിക്കുള്ള മലയാളമാകും. അപ്പൊ മോഹനയുടെ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. ശരി, തുടങ്ങാം. എന്ത്? മലയാളം ക്ലാസ്സേ. ആ ആ ഈ ഈ തൊട്ട് മലയാളം വ്യക്തമായിട്ട് പഠിച്ചിട്ട് തന്നെ ഇനി ബാക്കി കാര്യം. നീ മര്യാദയ്ക്ക് ഷർട്ട് കൊടുത്തേക്ക്. തേക്കാൻ മോഹനയുടെ എന്നെ സമ്മതിക്കുന്നില്ലല്ലോ. നിനക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഭാമയെ കുറ്റമാകുന്നത്? വേഗം എന്റെ ഷർട്ട് മുണ്ട് തേച്ച് വെക്ക്, ആഫീസിൽ പോകാൻ സമയമായി. ഇത്രയും നേരം ഞാനത് ചെയ്തു വെക്കാൻ നോക്കിയതായിരുന്നു. അപ്പോ മോഹനേട്ടൻ അടുത്ത് സമ്മതിക്കുന്നില്ല. ഇനി എന്റെ പട്ടി തേക്കും. ഓഹോ, എന്താ നോക്കണേ? നീ ഇപ്പോൾ പറഞ്ഞതിലും ഒരുപാട് തെറ്റുകളുണ്ട്. ഒന്നാമത്, നിനക്കൊരു പട്ടിയില്ല. അഥവാ ഒരു പട്ടി ഉണ്ടെങ്കിൽ തന്നെ അതിന് തുണി തേക്കാൻ ഒരു നിശ്ചയവും കാണില്ല. ലോകത്തെവിടെയെങ്കിലും തുണി തേക്കുന്ന പട്ടി ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ പത്രത്തിൽ വായിച്ചേ. വക്കീലേ, നീ എവിടെ പോന്നു? എന്താ ഉത്ത വിളിച്ച വീട്ടില്ലേ? അപ്പൊ ഈ ജോലി? ഉത്തമൻ വന്നത് എന്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആദ്യം അതെന്താണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അതിനുശേഷമേ ഞാൻ ഈ ജോലി ചെയ്യുന്നുള്ളൂ. നമസ്കാരം ഡോക്കിയില്ലേ. ഇപ്പൊ വഴിയിൽ വെച്ച് പ്രഭാകരനെ കണ്ടപ്പോഴാണ് സംഭവം അറിഞ്ഞത്. പ്രഭാകരന്റെ കേസ് ജയിച്ച കാര്യം വക്കീൽ എന്താണ് എന്റെ അടുത്ത് പറയാത്തത്? ഇന്നലെ ഉച്ച കഴിഞ്ഞായിരുന്നു വിധി. അതിനുശേഷം ഞാൻ ഉത്തമനെ കണ്ടില്ലല്ലോ. കാണുമ്പോ നേരിട്ട് പറയാന്ന് കരുതി. എന്നാലും വക്കീലിനെ സമ്മതിച്ചു. പ്രഭാകരന്റെ കേസ് വക്കീൽ ഏറ്റെടുത്തത് മുതൽ എത്ര പേരാണ് എന്റെ അടുത്ത് പറഞ്ഞതെന്നറിയാമോ? ആ കേസ് ജയിക്കൂല, ഏത് വക്കീൽ വിചാരിച്ചാലും ജയിക്കാത്തതാണ് ആ കേസ് എന്നൊക്കെ. എന്തായാലും വക്കീല് തകർത്തു. കോടതിയോ? വക്കീല് എന്ത് തകർത്തു എന്നാണ് ഉത്തമൻ പറഞ്ഞത്? അല്ല സാറേ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാ, ജയിക്കില്ല എന്ന് വിചാരിച്ചൊരു കേസ് വക്കീല് ജയിച്ചു എന്നാണ്. ജയിക്കില്ല എന്ന് വിചാരിച്ചൊരു കേസ് ജയിച്ചു എന്ന് പറയുന്നതിന് പകരം തകർത്തു എന്ന് പറയുന്നത് മലയാളമല്ല. ഉത്തമൻ പറയുന്നത് കേട്ടപ്പോ ഞാൻ കരുതി ഭാമ കോടതിയിലെ മേശയോ കസേരയോ ജനലോ ഒക്കെ തകർത്തുന്നാണ്. ഞാൻ ഭയന്നുപോയി. മോഹനേട്ടൻ ഭയക്കുമല്ലോ. ഇന്ന് രാവിലെ മുതൽ ആളെ കളിയാക്കാന്നുള്ളതായിരുന്നല്ലോ മോഹനേട്ടന്റെ ജോലി.
അയ്യോ ഉത്തമം പേടിക്കണ്ട കേട്ടോ. ഇത് പുതിയ തരത്തിലുള്ള ഒരു ഭ്രാന്ത. അത് കാര്യാക്കണ്ട കേട്ടോ. എന്തായാലും ഞാനായിട്ട് പിടിച്ചുകൊണ്ടുവന്ന ഒരു കേസില് വക്കീൽ അന്തസ്സായിട്ട് ജയിച്ചുവല്ലോ. ഇനി ആരോട് വേണമെങ്കിലും എനിക്ക് വക്കീലിനെ പറ്റി പറയാലോ. ഉത്തമ, ഓ, ഉത്തമൻ പിടിച്ചോണ്ട് വന്ന കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. പശുവിനെ പിടിച്ചോണ്ട് വരിക, ആടിനെ പിടിച്ചോണ്ട് വരിക, കള്ളനെ പിടിച്ചോണ്ട് വരിക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഒരു കേസിനെ പിടിച്ചോണ്ട് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര ആലോചന മനസ്സിലാകുന്നില്ല. അല്ല ഞാൻ ചോദിച്ചോട്ടെ, അല്ല ഉത്തമൻ എങ്ങനെയാണ് ആ കേസിനെ പിടിച്ചോണ്ട് വന്നത്? കേസ് റോഡ് നിൽക്കുകയായിരുന്നോ അതോ വീട്ടിൽ ഉറങ്ങായിരുന്നു? സാറേ ഞാൻ പറയൂ. ഉത്തമ, കേസിന്റെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. ഈ സാർ ഇവിടെ നിൽക്കുമ്പോ നമ്മളെ പോലുള്ള സാധാരണക്കാർ എന്ത് സംസാരിച്ചാലും അത് ശരിയാവാനേ പോകുന്നില്ല. പ്രഭാകരൻ വക്കീൽ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂടെ ഉത്തമനോട് അങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ ശരിയാ. എനിക്കൊരു അല്പം വഴി തരുമോ? അകത്തേക്ക് പോകാനായിട്ടാണ്. ഒരു ഭാഷ സംസാരിക്കുമ്പോൾ വ്യാകരണ തെറ്റുണ്ടാകരുത് എന്ന് പറയുന്നതും തെറ്റായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതും എങ്ങനെ തെറ്റാവും ഉത്തമ? അത് പിന്നെ സാറേ, അതെ, എനിക്ക് ഈ ഭാഷയും വ്യാകരണം ഒന്നും അറിഞ്ഞൂടാ. ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു സാധുവാണ് ഞാൻ. എന്നെ ദൈവം ഉപദ്രവിക്കരുത്. ഇതാണ് നമ്മുടെ നാട് ഒന്നാമത്. ഒരറിവ് പകർന്നു കൊടുക്കാമെന്ന് കരുതുമ്പോൾ അതിനെ കുറ്റകരമായി കാണും. കഷ്ടം. അക്ഷര വിരോധികൾ. സ്കൂളിൽ പോകുന്ന സമയത്ത് വ്യാകരണം പഠിച്ചിട്ടില്ല, പിന്നെയാണ് ഇപ്പോഴും. വക്കീൽ പറഞ്ഞത് കാര്യമാണ്. ഇങ്ങനെ മുഴുത്ത ഭ്രാന്താണ്. ഞാനില്ലാത്ത സ്ഥലത്ത് സംസാരിക്കുമ്പോൾ നിനക്ക് എന്ത് മണ്ടത്തരം വേണമെങ്കിലും പറയാം. അതുകൊണ്ടാണല്ലോ നീ ഉത്തമനോട് വക്കീൽ ആഫീസിലേക്ക് വാ എന്ന് പറഞ്ഞത്. അതെ, എനിക്ക് സാധാരണ മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ അറിയുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും അതിന്റെ വ്യാകരണം ശരിയാണോ വൃത്തം ശരിയാണോ എന്ന് നോക്കാൻ മനുഷ്യന്മാരെ കൊണ്ട് പറ്റില്ല. സംസാരിക്കുമ്പോൾ വൃത്തം നോക്കേണ്ട കാര്യമില്ല. കവിത എഴുതുമ്പോഴാണ് വൃത്തം ശ്രദ്ധിക്കേണ്ടത്. കവിതാരചനയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ താളാത്മകമായി ക്രമീകരിക്കാനാണ് കവിതയിൽ വൃത്തം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കവിതയിൽ മാത്രമല്ല, കണക്കിലുമുണ്ട് വൃത്തം. ഒരു ബിന്ദുവിൽ നിന്ന് നിശ്ചിത ദൂരത്തിൽ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ സഞ്ചാര പദത്തെയാണ് നമ്മൾ വൃത്തം എന്ന് വിളിക്കുന്നത്. ഇതൊന്ന് നിർത്താവോ മോനട്ടാ? രാവിലെ മുതൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞ് എന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് എനിക്കോ മോഹനേട്ടനോ വല്ല പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടല്ലോ. ശുദ്ധമായ മലയാള ഭാഷ സംസാരിക്കുക എന്നുള്ളത് മലയാളികൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. നിന്നെ പോലുള്ളവർ ഭാഷയെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ തിരുത്തേണ്ടത് കെ മോഹനേഷ് സാറിന്റെ കടമയാണ്. ഞാനിപ്പോ എന്താ വേണ്ടത് അത് പറ. നല്ല മലയാളം സംസാരിക്കുക. വ്യാകരണ തെറ്റ് ഉണ്ടാകരുത്. ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥം ഉദ്ദേശിച്ചത് തന്നെ ആകണം. ശരി, സമ്മതിച്ചു. പോരാ, ഇനി മുതൽ നീ സംസാരിക്കുന്നത് ഞാൻ കൃത്യമായി ശ്രദ്ധിക്കും. എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ തിരുത്തുകയും ചെയ്യും. അതും ആയിക്കോട്ടെ. ഇനിയെങ്കിലും ഈ വർത്താനം നിർത്തി പോയി ഡ്രസ്സ് മാറാൻ നോക്ക്. അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ എടുത്തരാം. നല്ല ഒന്നാം തരം പുട്ടും കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കടലക്കറി മോഹനേട്ടന് ഭയങ്കര ഇഷ്ടല്ലേ? എന്തിഷ്ടം? ഭയങ്കര ഇഷ്ടം അല്ലേ? എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടം അല്ല. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയത്തെ കരിക്കുന്നത് എന്നാണ്. കരിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, ഉളവാക്കുക. ഭയങ്കരം എന്നതിനർത്ഥം ഭയത്തെ ഉണ്ടാക്കുക എന്നാണ്. അപ്പോ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയപ്പെടുത്തുന്ന ഇഷ്ടം എന്ന്. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ ഭാമേ? പിന്നെ നീ ഉണ്ടാക്കുന്ന കടലക്കറി ആയതുകൊണ്ട് അതിനെ ഭയങ്കരം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. നീ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ കഴിക്കുമ്പോഴും എനിക്ക് ഭയം ഉണ്ടാകാറുണ്ടല്ലോ. ശരി, അപ്പൊ ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാതെ മോഹനേട്ടൻ പോയാൽ മതി. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനോടുള്ള ഭയം മാറി കഴിയുമ്പോൾ മോഹനേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വലുതൊക്കെ ഉണ്ടാക്കിത്തരാം. അതുവരെ ഒട്ടും ഭയമില്ലാതെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട പോയും കഴിച്ചാൽ മതി. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നിന്നെ പോലുള്ളവർ അനാവശ്യമായി ഭയങ്കരം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഭയങ്കര ഇഷ്ടം, ഭയങ്കര സ്നേഹം, ഭയങ്കര ഭംഗി, അങ്ങനെ സകല സ്ഥലത്തും ഭയങ്കരം. മേലിൽ ഭയങ്കരം എന്നൊരു വാക്ക് നീ ഉപയോഗിച്ച് ഞാൻ കേട്ടാൽ
നീ വിവരം അറിയും. പോയി പുട്ടും ഭയങ്കരമായ കടല എടുത്തു വെക്ക്. ഭയങ്കരി. എന്റെ ഈശ്വര, ഇതൊരു ഭയങ്കര സൂക്കേട് തന്നെയാ. നമസ്കാരം സാറേ. നമസ്കാരം. കേശവൻകുട്ടി കൊണ്ട് രാവിലെ 4-5 ദിവസമായിട്ട് ഒരു തലവേദന. പൊയ്ക്കോളൂ എന്ന് വിചാരിച്ച് ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പോ മുതൽ തലയ്ക്ക് വല്ലാത്തൊരു കനം. തലവേദനയ്ക്കുള്ളൊരു ഗുളിക വാങ്ങണം. കേശവൻകുട്ടി ആ. നിൽക്കൂ. എന്നും ഈ തലവേദന ഉണ്ടായിരിക്കണമെന്നാണോ കേശവൻകുട്ടി ആഗ്രഹിക്കുന്നത്? അല്ല സാറേ, പിന്നെന്തിനാണ് കേശവൻകുട്ടി ഇപ്പോൾ ഗുളിക വാങ്ങാൻ പോകുന്നത്? ഗുളിക വാങ്ങിയാലല്ലേ തലവേദന മാറൂ? കേശവൻകുട്ടി പറയുന്നതെല്ലാം തെറ്റാണ്. ആദ്യം പറഞ്ഞു തലവേദനയ്ക്കുള്ള ഗുളിക വാങ്ങാൻ പോവുകയാണ് എന്ന്. തലവേദനയ്ക്കുള്ള ഗുളിക വാങ്ങിയാൽ തലവേദന കൂടുകയല്ലേ ഉള്ളൂ. തലവേദന മാറാനുള്ള ഗുളിക അതല്ലേ വാങ്ങേണ്ടത്. ഞാൻ അതാണ് സാറേ ഉദ്ദേശിച്ചത്. ഉദ്ദേശം മാത്രം പോരല്ലോ, അതെന്നെ പറയാൻ വേണം. അത് കഴിഞ്ഞ് കേശവൻകുട്ടി പറഞ്ഞു ഗുളിക വാങ്ങിയാലല്ലേ തലവേദന മാറൂ എന്ന്. ഗുളിക വാങ്ങുന്നുണ്ട് തലവേദന മാറും. ഗുളിക കഴിച്ചാൽ മാത്രമേ തലവേദന മാറൂ. കേൾക്കുന്നവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ ഭാഷ കൊണ്ടുള്ള ലക്ഷ്യം നിറവേറൂ. ഇനിയെങ്കിലും വ്യാകരണ തെറ്റില്ലാതെ സംസാരിക്കാൻ പഠിക്കൂ. മനുഷ്യയുടെ തലവേദന എടുത്തിരിക്കുമ്പോഴേ അങ്ങനെ ഒരു വ്യാകരണം. ഇയാള് വില്ലേജ് ഓഫീസർ അതോ സ്കൂൾ മാഷോ? സത്യമാണോ കാഞ്ഞന സാറേ പറയുന്നത്? യോഹന്നാൻ കോൺട്രാക്ടർ മോനേഷ് സാറിനെ വിളിച്ചോ? വിളിച്ചു. പോക്കുവരവ് നടത്തി കൊടുക്കാമെങ്കിൽ സാറ് ചോദിക്കുന്ന പൈസയും കൊടുക്കാന്ന് പറഞ്ഞു. ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഹനാൻ കോൺട്രാക്ടർ തല്ല് കൊണ്ടിരിക്കും. മോനേഷ് സാറിന്റെ സ്വന്തം അച്ഛനെ പറഞ്ഞാൽ സാറ് ചിലപ്പോ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ കൈക്കൂലി കൊടുക്കാന്ന് പറഞ്ഞാൽ സാറ് വിടില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതെ അതെ. കൈക്കൂലിയുടെ കാര്യം നടക്കില്ലെന്ന് ഉറപ്പായപ്പോ യോഹന്നാൻ കോൺട്രാക്ടർ MLA വിളിച്ചു. അവർ തമ്മിൽ വലിയ അടുപ്പത്തിലാണല്ലോ. അങ്ങനെ MLA മോനേഷ് സാറിനെ വിളിച്ചെന്നാ കേട്ടത്. പക്ഷേ അപ്പോഴും മോനേഷ് സാർ പറഞ്ഞു ഈ കളി നടക്കില്ല എന്ന്. MLA അല്ല മന്ത്രി പറഞ്ഞാലും സാറ് ചെയ്യില്ല, അത് ഉറപ്പല്ലേ? എന്താണ് ചർച്ച? അല്ല, യോഹന്നാൻ കോൺട്രാക്ടർ സാറിനെ കാണാമെന്ന കാര്യം പറയായിരുന്നു. സാറിന് കൈക്കൂലി തരാമെന്ന് അയാൾ പറഞ്ഞു അല്ലേ? പറഞ്ഞു. പക്ഷേ ഞാൻ യോഹന്നാൻ കോൺട്രാക്ടറോട് പറഞ്ഞു അത്തരം എന്തെങ്കിലും ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ കളഞ്ഞേക്കൂ. കാരണം ഇനിയും ആ രീതിയിൽ സംസാരിച്ചാൽ ഞാൻ പോലീസിൽ പരാതിപ്പെടുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ? വീട്ടിലിരുന്ന് ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഭക്ഷണം കഴിക്കുന്നതല്ലേ നല്ലതെന്ന് അഴിമതിക്കാർ ഓർക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അഴിമതിക്കാർ ജയിലിൽ പോവോന്ന്. അത് തന്നെ. യോഹന്നാൻ കോൺട്രാക്ടർക്ക് വേണ്ടി MLA വിളിച്ചു പറഞ്ഞിട്ടും സാറ് കേട്ടില്ല എന്ന് പറഞ്ഞു. ശിശുപാലൻ ഇപ്പോൾ പറഞ്ഞത് തെറ്റ്. അതെന്താ സാർ? MLA വിളിച്ചു എന്ന് പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ ഞാനൊരു ബധിരനല്ല. നോക്കൂ, എന്റെ 2 ചെവികളും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. MLA പറഞ്ഞിട്ടും സാർ അനുസരിച്ചില്ല എന്നോ വഴങ്ങിയില്ല എന്ന് പറയുന്നതോ ആണ് ശരിയായ മലയാളം. എന്തൊക്കെയായാലും സാറിനെ അംഗീകരിച്ചു. ഇത്രയും തന്റെയോടുള്ള വേറെ ഏത് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്? സാറൊരു പുലി തന്നെ. സാറൊരു പുലി തന്നെ. എന്നെ കണ്ടിട്ട് ഒരു പുലിയാണെന്ന് സ്വയംപ്രഭയ്ക്ക് തോന്നുന്നുണ്ടോ? ലോകത്തിന്ന് വരെ ഏതെങ്കിലും ഒരു പുലി ഷർട്ടും മുണ്ടും കൊടുത്ത് കയ്യിൽ ബാഗും കുടയുമായി റോഡിലൂടെ നടന്നു പോകുന്നത് സ്വയംപ്രഭ കണ്ടിട്ടുണ്ടോ? ഇതെന്തൊരുപാടത്. മലയാള ഭാഷ സംസാരിക്കുന്ന പുലിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടോ? സാർ സാർ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നതും പറയുന്നതും രണ്ടാകരുത്. എന്താണോ ഉദ്ദേശിച്ചത് അതെന്നെ പറയാം. ശ്ശേ, എന്റെ ദൈവമേ. മേലുദ്യോഗസ്ഥനെ ഒരു വന്യമൃഗത്തിന്റെ പേരുച്ചരിച്ച് ആക്ഷേപിച്ച സ്വയം പ്രഭയ്ക്കെതിരെ നടപടി എടുക്കാൻ വേണം. അയ്യോ സാറേ, പുലിയാണ് പോലും പുലി. ഇതെന്തൊരു സൂക്കേട്. നാട്ടിലെല്ലാരും ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കുന്നത്? സാറിന് സോപ്പിടാൻ പോയതല്ലേ പ്രഭ? കിട്ടേണ്ടത് കിട്ടിയപ്പോ തൃപ്തിയായല്ലോ. ഇനി മിണ്ടാതിരുന്ന് ജോലി ചെയ്യാൻ നോക്കും. ഭാമേ, സാറിന് നേരത്തെ എത്തിയെന്ന് തോന്നല്ലോ. എന്ത് പറ്റിയോ എന്തോ. ആഹാ, ഇതെന്താ മോണിറ്റർ ഇന്ന് നേരത്തെ എത്തിയോ? മണി 5:10 കഴിഞ്ഞതേ ഉള്ളല്ലോ. ഞാൻ നല്ല വേഗത്തിൽ നടന്നാ വന്നത്, അതുകൊണ്ട് ഏകദേശം 4 മിനിറ്റ് നേരത്തെ എത്തി. എന്ത് പറ്റി അങ്ങനെ വേഗത്തിൽ നടക്കാൻ? വല്ല പട്ടി ഓടിച്ചോ? അതുകൊണ്ടല്ല, കൃത്യം 5:15 ആകുമ്പോൾ അരവിന്ദാക്ഷ സാർ ഇവിടെ വരുമെന്ന് പറഞ്ഞ കാര്യം നീ മറന്നുപോയോ? സാർ എത്തുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല എങ്കിൽ അതൊരു മര്യാദകേടായി പോവില്ലേ? പിന്നെ അതൊരു ഭയങ്കര മര്യാദകേടായി പോവും. നോക്കണ്ട, ഭയങ്കര മര്യാദക്കേട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയമുണ്ടാക്കുന്ന മര്യാദക്കേട് എന്ന് തന്നെയാണ്. മര്യാദകേട് ഭയമുണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഭയങ്കര മര്യാദകേട് എന്ന് പ്രയോഗിക്കാം. ഡ്രസ് മാറുമ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. നമസ്കാരം സാർ. ഞാൻ അല്പം നേരത്തെയാണോ തോന്നുന്നു. താൻ ഓഫീസിൽ നിന്ന് എത്തിയോന്ന് ഞാൻ സംശയിച്ചു. ഞാൻ വന്നേ ഉള്ളൂ സാർ. സാറ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കുറച്ച് നേരത്തെ എത്തി. സാർ വരണം, അകത്തേക്ക്. ശരി. ഭാമേ, അരവിന്ദാക്ഷ സാർ എത്തി. ചായ എടുത്തോണ്ട് പോണോ അതോ ചോദിച്ചിട്ടെടുത്താ മതിയോ? ചോദിച്ചിട്ടെടുത്താ മതി. ഈ വീടും പരിസരവും കൊള്ളാം. തന്റെ ഒരു സ്വഭാവത്തിന് ചേരും. വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിലൊക്കെ താമസിക്കാന്ന് പറഞ്ഞാൽ പ്രയാസ. ഇവിടെ ആകുമ്പോ ഒരുപാട് തിരക്കില്ല, ചുറ്റും നിറയെ മരങ്ങളുണ്ട്, നല്ല കാറ്റും വെളിച്ചവും കിട്ടും. അത് ശരിയാ. പിന്നെ ഈ രാവിലത്തെ 2 മണിക്കൂർ യാത്ര തനിക്കൊരു പ്രശ്നമല്ലല്ലോ. ഇത് സത്യഭാമ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സർവീസിലുണ്ടായിരുന്ന സമയത്ത് തന്നെ സത്യഭാമയെ പരിചയപ്പെടണമെന്ന് കരുതിയിരുന്നതാ. ഇയാളെ പോലൊരു ഭയങ്കരന്റെ കൂടെ ജീവിക്കണമെങ്കിൽ അപാര കഴിവ് തന്നെ വേണം. ഭയങ്കരൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭയത്തെ ഉണ്ടാക്കുന്നവൻ എന്നാണ് അർത്ഥം. ആ അർത്ഥം തന്നെയാണോ സാർ ഉദ്ദേശിച്ചത്? ഇതെന്താ സത്യഭാമ ഒരു മലയാളം ടീച്ചറെ പോലെ സംസാരിക്കുന്നത്? ഞാൻ അധ്യാപികയല്ല, ഒരു അഭിഭാഷകയാണ്. നഗരത്തിലെ വിവിധ കോടതികളിൽ വിവിധ തരത്തിലുള്ള വ്യവഹാരങ്ങൾ നടത്തുന്നു. കൊള്ളാം. മോഹനകൃഷ്ണന്റെ കൂടെ കൂടി ഇത്തരം സംസാരങ്ങൾ ശീലിച്ചതാണോ അതോ സത്യഭാമ പണ്ടേ ഇങ്ങനെയാണോ? വിവാഹത്തിന് മുന്നേ ഇത്തരം സംസാര രീതികൾ ഞാൻ ശീലിച്ചിരുന്നതല്ല. പക്ഷേ മോഹനേട്ടനോട് ജീവിക്കാൻ തുടങ്ങിയതിൽ പിന്നെ മലയാള ഭാഷയുടെയും വ്യാകരണത്തിന്റെയും അനന്ത സാധ്യതകളും പ്രയോഗ രീതികളും ഞാൻ സ്വായത്തമാക്കി. അത് ശരി. മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം എന്നാണല്ലോ കവിവാക്യം. ഞാൻ അങ്ങേക്ക് കുടിക്കാനായി രുചികരമായ ഒരു ചായ കൊണ്ടുവരട്ടെ? അല്ല, ഈ ചായ ഞാൻ അധികം കുടിക്കാറില്ല. പക്ഷേ ആദ്യമായി മോഹനേഷന്റെ വീട്ടിൽ വന്ന സ്ഥിതിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞ ശരിയല്ലല്ലോ. മാത്രമല്ല സത്യഭാമയുടെ കൈപ്പുണ്യൊന്ന് അറിയുകയും ചെയ്യാം. ചായ പോലുള്ള ലളിത പാചകങ്ങൾ കൊണ്ട് ഒരാളുടെ പാചക വൈദഗ്ധ്യം അളക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിപരമായ ഒരു നീക്കമായിരിക്കില്ല. അത് മാത്രമല്ല, എന്റെ പാചകത്തിലുള്ള സാമർഥ്യത്തെ പറ്റി ചില തൽപര കക്ഷികൾ തീർത്തും അസംബന്ധ ജടിലമായ ചില പ്രസ്താവനകൾ നടത്താറുമുണ്ട്. എങ്കിലും താങ്കൾക്കിപ്പോൾ തന്നെ ഒരു ചായ ഞാൻ കൊണ്ടുവരാം. അയ്യോ, എങ്ങോട്ടാ പോകണ്ടേ? ഇതെന്താടോ മോഹനകൃഷ്ണ, നിങ്ങൾ ഇങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കുന്നത്? എന്നെ
ചില സമയത്ത് ഭാവം എങ്ങനെയാ വെറുതെ ഒരു നേരം പോക്ക്. എന്നാലും ഇത് ഭയങ്കരമായിട്ട് അല്ല വല്ലാതെ കടുത്തുപോയി. വന്നത് ഞാനായോണ്ട് കൊള്ളാം. പറമ്പിൽ പണിയാനും തേങ്ങ ഇടാൻ വരുന്നവനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിലേ അവര് വിചാരിക്കും ഇത് ഭ്രാന്താണെന്ന്. ഞാൻ പോരാ, ചായയുടെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടി ആയിക്കോട്ടെ. എന്റെ ദൈവമേ. നീ എന്ത് വൃത്തി കാണിച്ചത്? വീട്ടിലൊരാൾ വരുമ്പോ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? ഞാൻ ഇതുവൃത്തിയോടെ സംസാരിച്ചത്. ഭാഷയും വ്യാകരണവും ഒന്നും തെറ്റാതെ നല്ല അച്ചടി ഭാഷ ഇല്ലായിരുന്നു എന്റെ സംസാരം. ഓഹ്, എല്ലാം സമ്മതിക്കാം. നീ കാണിച്ചത് ഭയങ്കര തമാശയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും. എന്ത് തമാശ? ഭയങ്കര തമാശയോ? ഭയങ്കരമെന്നാൽ ഭയമുണ്ടാക്കുന്നത്. ഭയമുണ്ടാക്കുന്ന തമാശ അതെങ്ങനെ വേണിട്ടാ? തമാശ കേട്ട പേടിയല്ലല്ലോ, ചിരിയല്ലേ വരിക. നീ എന്നെ തൊപ്പി നോക്കണം. ഒരിക്കലുമല്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കാൻ ശ്രമിക്കായിരുന്നു. ഇത്തരത്തിലുള്ള അനുസരണല്ലേ വേണ്ടത്. സാറെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ വഴിക്കുവാ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ ഓരോ വാക്കിൽ കയറി പിടിച്ച് കുറ്റവും പറഞ്ഞ് എന്റെ പുറകെ നടന്ന മെനക്കെടുത്ത് ഓർമ്മയുണ്ടോ? ഭാര്യയും ഭർത്താവും മാത്രമുള്ളൊരു വീട്ടിൽ ഇത്രമാത്രം ചിട്ടയിൽ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ അത് സമ്മതിച്ചില്ല. ഇപ്പൊ മോഹനേട്ടന് വളരെ വേണ്ടപ്പെട്ട ഒരാള് വീട്ടിൽ വന്നപ്പോ മോഹനേട്ടന് ചിട്ടയും വേണ്ട, വ്യാകരണവും വേണ്ട. നീ സാധാരണ സംസാരിക്കും പോലെ സംസാരിച്ചാ മതി. സംസാരിക്കാം, പക്ഷെ അരവിന്ദ് സാറ് പോയി കഴിയുമ്പോ വീണ്ടും ചിട്ട ന്യായം പറഞ്ഞു വരരുത്. എന്തോരുന്നു? പക്ഷെ വലിയ തെറ്റൊക്കെ പറഞ്ഞാൽ എനിക്ക് സമ്മതിക്കാൻ പറ്റൂല. ഒരു ചെറിയ തെറ്റൊക്കെ ക്ഷമിക്കാം, അത്രേ പറ്റൂ. അത് മതി, അത് മതി. ഹോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ഭയോ സന്തോഷം ഒത്തുപോവില്ലല്ലേ? ഇപ്പൊ ഇങ്ങനെ ആക്കാട്ടോ. അല്ലയോ മോഹനേട്ടാ, മോഹനേട്ടന്റെ അപ്രതീക്ഷിതമായ ഈ മനമാറ്റത്തിൽ എനിക്കുണ്ടായ ഉത്കടമായ ആനന്ദം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. എങ്ങനെയുണ്ട്? ഭാഷ പ്രയോഗിക്കുമ്പോൾ വ്യാകരണ തെറ്റ് വരാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ചില നേരത്ത് അത് വിനയാകുമെന്നതാണ് കുഴപ്പം. ഭാര്യയുടെ ഭാഷാ പ്രയോഗത്തിൽ പരാജയപ്പെട്ട വില്ലേജ് ഓഫീസറോട് സഹതാപം പ്രകടിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.